കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പേരാവൂർ മേഖല യുവസംഗമം കളരിപ്പയറ്റ് ദേശീയ സ്വർണ്ണ മെഡൽ ജേതാക്കളായ അനശ്വര മുരളീധരൻ, കീർത്തന കൃഷ്ണ എന്നിവർ ചേർന്ന് സമൂഹ ചിത്രരചന നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നിർമ്മലഗിരിയിലാണ് പഠിക്കുന്നത്. ബോട്ടണിയാണ് എടുത്തത്. ബോട്ടണി ഡിപ്പാർട്ട്മെന്റാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് കളരിയിലാണ് നാഷണൽ ഗെയിംസിൽ ഗോൾഡ് കിട്ടിയത്. നമ്മൾ രണ്ടാളും 14 വർഷങ്ങളായിട്ട് കളരി പഠിക്കുന്നുണ്ട്. അതിൽ എനിക്കിപ്പം 5 കൊല്ലങ്ങളായിട്ട് നാഷണൽസിന് പ്രൈസ് ഉണ്ട്. ഖേലോ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട് പ്രൈസുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ടായിരുന്നു നാഷണൽ ഗെയിംസിൽ കളരിയിൽ ചേർത്തത്. 2023 ഗോവയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പോൾ അതിൽ എനിക്ക് 2 ഗോൾഡ് ഉണ്ട്, ഇവർക്ക് 1 ഗോൾഡ് ഉണ്ട്. അപ്പോൾ കേരളത്തിന് ഒരുപാട് മെഡൽ കിട്ടിയത് കളരിപ്പയറ്റിൽ നിന്നായിരുന്നു. നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ കിട്ടിയ ഒരു അവസരം നമുക്ക് വലിയൊരു കാര്യം തന്നെയായിരുന്നു. 13 കൊല്ലത്തോളമായി നമ്മൾ രണ്ടാളും പാർട്ട്നേഴ്സായിട്ട് മത്സരത്തിന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ആദ്യമായിട്ട് ഞാൻ ഇവളെ കണ്ടത് ശബരിമലക്ക് പോകുമ്പോഴായിരുന്നു. ബസ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവളെ കാണുന്നത്. പിന്നെ കണ്ട് ഇവള് വരുന്നതിന് മുമ്പേ 1 കൊല്ലം മുമ്പേ ഞാൻ കളരിക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അന്ന് ചെറുപ്പത്തിലേനും മുകളിലൊരു ഇത്ര മുടിയൊക്കെ മുറിച്ചിട്ട് ഒരു കുട്ടി വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ട്. എന്നിട്ട് പോയി ചോദിക്കുമ്പം ഇങ്ങനെ മലക്ക് പോകുമ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് തന്നെ പോകുന്നത്. ഇന്ന് ഈ നാഷണൽ ഗെയിംസിൽ എത്തുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നാഷണൽ ഗെയിംസിന്റെ ജില്ലാ മത്സരം കഴിഞ്ഞ് സ്റ്റേറ്റ് നാഷണൽസും കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഗോൾഡ് മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാഷണൽ ഗെയിംസിലോട്ട് എൻട്രി ചെയ്യൂ. ഞാൻ ഈ കുനിത്തല ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന യുവജന സംഗമത്തിൽ വിവിധ മേഖലകളിലെ പഞ്ചായത്തുകളിൽ നിന്നായി 40 പേരാണ് പങ്കെടുത്തത്. ബിജു നെടുവാലൂർ, ദീപു ബാലൻ, K വിനോദ്കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. V യദു, O പ്രതീശൻ, N സർസിജൻ, ഡോക്ടർ K ഗീതാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവാക്കളിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്താൻ ആവശ്യമായ ചർച്ചകൾ, പാട്ടുകൂട്ടം, സംവാദങ്ങൾ, ക്യാമ്പ് ഫയർ എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.